ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ, അവർ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, ഈ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഷഫ്ലിങ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അറിയുന്നുണ്ടോ, അവർ നിങ്ങളെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, അവർ നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് എത്രമാത്രം അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഒക്കെ, നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ അവർ അറിയുന്നുണ്ടോ, അതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ അവർ എത്രമാത്രം അറിയുന്നുണ്ട്, നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ, എത്രത്തോളം നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട്, ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലിങ്സ് എല്ലാം തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജീസ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വറീഡ് ആകേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് വൈബ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള ഒരു അട്രാക്ഷൻസ് ഉണ്ട്, ഫിസിക്കലിയും അതുപോലെ തന്നെ സ്പിരിച്വലിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്, അതായത് ഒരു മാരേജിലേക്കൊക്കെ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളും ഉള്ളതായിട്ട് കാണുന്നു. അപ്പൊ ഈ ഒരു കാര്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഒരു മാരേജ് വരെ പോകണം എന്നുള്ള രീതിയിൽ ലോങ് കമ്മിറ്റ്മെന്റ് ഉദ്ദേശിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. മേ ബി നിങ്ങളോട് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ലായിരിക്കും വ്യക്തി, പക്ഷെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ളത് ഒരു ട്രൂ ലവ് ആണ്. നിങ്ങളുടെ പ്രണയം എത്രത്തോളം യാഥാർത്ഥ്യമാണ്, എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണ്, എത്രത്തോളം ജെന്യൂൻ ആണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് നൽകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. കാരണം അത്രയധികം നിങ്ങൾ അവരെ പ്രണയിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളോളം ആത്മാർത്ഥമായിട്ട് മറ്റൊരു വ്യക്തിയും ഇവരുടെ ലൈഫിൽ വന്നിട്ടില്ല. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് പകരമായിട്ട് മറ്റൊന്നും ഇല്ല അവർക്ക്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. മേ ബി അതൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് ഒക്കെ വഴി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. യെസ്, നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അത്തരം ലൈഫ് ലെസൺസ് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൽ നിന്ന് പല പാഠങ്ങളും ഇവർ പഠിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ഒരുപാട് ഹീലാകാനായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിലുള്ള ആ ഒരു ഹീലിംഗ് എലിമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിന് ഒരു സന്തോഷം കൊടുക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്, നിങ്ങളുടെ ഒരു പ്രണയമാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഹൈഡാക്കി വെച്ചിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെല്ലാം ആ വ്യക്തി അറിയുന്നുണ്ട്. കുറച്ച് ഫീലിങ്സ് നിങ്ങൾ അവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ തന്നെ ഈ ഒരു വ്യക്തി അറിയുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഒത്തിരി മിറാക്കിൾസ് സംഭവിക്കാനുള്ള ഒരു ചാൻസസ് ആണുള്ളത്. അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിമിഷങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേരാനുള്ള ഒരു സാധ്യതയായിരിക്കാം. ഈ വ്യക്തിയിൽ നിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ഈ വ്യക്തി വളരെ സിൻസിയർ ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്നതാണ് അതിനൊരു കാരണം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് അത്രയും ആഴമേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലായിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളും ആ ഒരു സെയിം ഫീലിങ്സിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്കും അത്രയും ഒരു ആഗ്രഹമാണ് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ഉണ്ടാകണം എന്നുള്ളത്. അപ്പം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയാണ് നിങ്ങൾ എത്രമാത്രമാണ് അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രമാത്രമാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്. അതായത് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ എനർജീസും നിങ്ങളുടെ എല്ലാ ഫീലിങ്സോടുകൂടി ഒരു മിറർ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഫീലിങ്സ് ആണോ തോന്നുന്നത് അതേ സെയിം ഫീലിങ്സ് തന്നെ നിങ്ങളുടെ പേഴ്സണും ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കുറച്ച് ആളുകൾക്ക് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആളുകളെയും ഈ ഒരു റീഡിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ഒരു നിങ്ങളുടെ ചിന്തകളുടെ ഒരു ചീട്ട് കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഫീലിങ്സുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് വരെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഇത് തന്നെയാണ്, ഒരു എനർജീസ് ആണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ഓരോ കൊച്ചു കൊച്ചു ഫീലിങ്സുകളും ചിന്തകളും, അല്ലെങ്കിൽ നിങ്ങൾ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് പറയും എന്ന് വരെ ഈ വ്യക്തിക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഓക്കെ, നമുക്കിവിടെ ഇനി കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി ഒന്ന് എടുത്തു നോക്കാം. എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ, നിങ്ങളുടെ ഫീലിങ്സ് ഈ വ്യക്തി അറിയുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സ് ഇവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനാണ്. വളരെ കുറച്ച് കാർഡുകളെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരു 4 കാർഡ്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ആയിട്ട് നിങ്ങളുടെ മനസ്സ് അറിയാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാരിഫിക്കേഷൻ കാർഡുകളിൽ കൂടി തന്നെ നമുക്കത് തന്നെയാണ് മനസ്സിലാകുന്നത്. നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഒരു ഫീലിങ്സ് അവർ അറിയുന്നുമുണ്ട്. ആ ഒരു ഫീലിങ്സ്, അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ വ്യക്തി വന്ന് എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, എൻ്റെ ബ്ലോക്ക് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, ആ ഒരു കാര്യം വരെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് കാർഡ് വളരെ ആക്ഷൻ കാർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ കാർഡ് തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം ഫീലിങ്സ് അവർ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് തക്കതായ രീതിയിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു പോസിറ്റീവ് കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാ കാർഡുകളും തന്നെ അത്തരത്തിലാണ് ഒരു എനർജിയാണ് നൽകുന്നത്. നിങ്ങളുടെ ഒരു മിറർ എഫക്റ്റ് എന്നുള്ള രീതിയിലുള്ള എനർജിയാണ് നൽകുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് കുറച്ച് ഫീലിങ്സ് ഉണ്ട്. ഈ 2 ഫീലിങ്സും കൂടി ബാലൻസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നു. അവർക്ക് നിങ്ങളുടെ വേദനകൾ മനസ്സിലാകുന്നുണ്ട്, അതവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്, നിങ്ങളെ ഹർട്ട് ചെയ്താലും ഒരു വേദനിപ്പിച്ച് അവഗണിച്ചു പോയാലൊക്കെ ആ ഒരു 2 കാര്യങ്ങളോട് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പോലെ ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് നെക്സ്റ്റ് കാർഡ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് ഈസ് ഓൾറെഡി ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റീസ്റ്റാർട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്ന് തന്നെ, ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഈ 4 കാർഡുകളും നമുക്ക് ഒരു പോസിറ്റീവ് സൈൻ ആണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ഒരു കാര്യങ്ങൾ, റീസ്റ്റാർട്ടിന്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവ് സിമ്പിൾസ് ആണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലവരൊക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നവരുണ്ടായിരിക്കാം. ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം.
ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ക്ലൂസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 32 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്ലൂ ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാം. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1987, അതുപോലെ മെയ് മന്ത് ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 7 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 51 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 3 നമുക്ക് കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 43 കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന ഒരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത്. ഓക്കെ, പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് വീണ്ടും ഇവിടെ കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നു. സോഷ്യൽ വർക്കർ. ഓക്കെ, ട്രൂ ലവ്, ഇതൊരു ട്രൂ ലവ് ആണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. 1985 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ്. ഓക്കെ, ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നവംബർ മന്ത് നമുക്കൊരു പോസിബിലിറ്റിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഹോണസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ സത്യസന്ധനായ, ഓക്കെ, നേച്ചർ, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. മോൾ ഓൺ റൈറ്റ് സിക്സ്, റൈറ്റ് സൈഡിലെ കവിളില് മറുകുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ഗവൺമെന്റ് സർവീസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കാം. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.